അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് സമ്പാദിക്കാൻ. 10 കാശ് സമ്പാദിക്കുക, അന്തസ്സോടെ ജീവിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നാട് വിടുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു പോയിട്ട് അവിടെ ആട്ടും തുപ്പും കേട്ട് നമ്മൾ നിൽക്കും. ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കിടന്ന് നമ്മൾ കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമ്പാദ്യത്തിൽ ബറക്കത്തില്ലാതെ വന്നാൽ എന്താണ് ചെയ്യുക? നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ ബറക്കത്തില്ലാതെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? എല്ലാം നഷ്ടപ്പെടും. ബറക്കത്തില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ എന്താ? കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാതെ വരിക. ഇനി കുറെ പൈസ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോവുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും രോഗങ്ങളും ആപത്തുകളും പ്രശ്നങ്ങളും കടന്നു വരിക. അങ്ങനെ ആ സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലുകളിലേക്കും രോഗങ്ങൾക്കും വേണ്ടിയിട്ടും ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലാതെ പോകുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നിന്ന് സമ്പാദ്യത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നീ സമ്പാദിച്ചു കൂട്ടുന്ന നിന്റെ സമ്പാദ്യമുണ്ടല്ലോ, ആ സമ്പാദ്യത്തിൽ ബറക്കത്തുണ്ടാകണോ, ആ സമ്പാദ്യത്തിൽ ബറക്കത്തുണ്ടാകണോ, ആ സമ്പാദ്യം കൊണ്ട് എന്തെങ്കിലും നിനക്ക് നേട്ടമുണ്ടാകണോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്നാൽ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അല്ലാഹുവേ, സദഖ എന്ന് പറയുന്നതിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാരണമാണ് സദഖ എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 100 രൂപ കയ്യിലുണ്ടെങ്കിൽ 10 രൂപ എടുത്തുകൊണ്ട് പാവപ്പെട്ടവനാകുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അല്ലാഹു നിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് തരുന്നതാണ്. നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് സദഖ ചെയ്താൽ അല്ലാഹുവേ, അതിനുള്ള പ്രതിഫലം എന്താണെന്നറിയോ? അസ്സദഖത്തു മിൻ അസ്ബാബിദ് ദുഖൂലിൽ ജന്ന വല്ലൈതുകും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് കയറാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാണ് സദഖ എന്ന് പറയുന്നത്. എടാ ചെറുപ്പക്കാരാ, നിന്റെ സമ്പാദ്യം കൊണ്ട് നിന്റെ മക്കള് പോയി കള്ളു കുടിക്കുന്നത്, കഞ്ചാവടിക്കുന്നത് നീ കാണുന്നില്ലേ പൊന്നുമോനെ? ആ സമ്പാദ്യം മുഴുവനും വാരിക്കൂട്ടി വെച്ചിട്ട് ആ സമ്പാദ്യം മുഴുവനും നിന്റെ മക്കള് കൊണ്ടുപോയി അറാമിയത്തിലേക്ക് ചെലവഴിക്കുന്നതിനേക്കാളും നല്ലതെന്താണെന്നറിയോ? പാവപ്പെട്ടവരാകുന്ന ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒന്ന് സദഖ കൊടുത്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഉദ്ഖൂലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കാരണമാണ്. ഒല്ലിത്തക്കും മിനന്നാർ,
നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അസ്സദഖത്തു തജ്ലിബുൽ ബറകത്തു വസിയാദത്തു വൽ ഖൽഫ് മിനല്ലാഹി തആല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, സദഖ എന്ന് പറയുന്നത് അതിൻ്റെതായ സമ്പാദ്യത്തിൽ ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാ. തജ്ലിബുൽ ബറക, അത് ബറക്കത്തിനെ വലിച്ചു കൊണ്ടുവരും. നിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു ബറക്കത്തുണ്ടാക്കി തരും. നിന്റെ സമ്പാദ്യം അൽഹംദുലില്ലാ നീ ചെലവഴിച്ചാലും നിനക്ക് അതേപോലെ കാണും. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖനും ഏറ്റവും വലിയ നേതാവും ഏറ്റവും വലിയ സമ്പാദ്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കോടീശ്വരനുമാണ് നമുക്കറിയാം യൂസുഫ് അലി സാറ്. നമുക്കറിയാമല്ലോ യൂസുഫ് അലി സാറ് ഒരുപാട് മനുഷ്യന്മാർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മഹാൻ. അല്ലാഹുവേ, എത്ര പാപങ്ങൾക്കാണ് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. തന്റെ കടയിൽ നിൽക്കുന്ന, തന്റെ ഫാക്ടറിയിൽ നിൽക്കുന്ന, തന്റേതായ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന, ലുലുവിൽ നിൽക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും കണ്ടുകൊണ്ട് എന്ത് സൗമ്യമായ രൂപത്തിലാണ് അദ്ദേഹം അവരോട് പെരുമാറുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാരണങ്ങളുണ്ടല്ലോ. അതുപയോഗിച്ചുകൊണ്ട് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരെ മുഴുവനും അടുപ്പിച്ച് പിടിപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് അതിൻ്റെതായ രീതിയിൽ വേതനം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നൊരു രംഗങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ജാതിയില്ല, മതമില്ല, മറ്റൊന്നുമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ സഹായം ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞല്ലോ, നിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് വേണോ, ബറക്കത്ത് വേണോ എങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന പൈസയിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് നീ സദഖ കൊടുത്തോ, സദഖ കൊടുത്തോ, എന്നാ നിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് നമ്മൾ സദഖ കൊടുക്കാൻ നമ്മൾ മടിക്കുകയാണ്. കാരണം എന്തെന്നറിയോ? എന്റെ കയ്യിലിരിക്കുന്ന പൈസ തീർന്നു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്, നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ ചുരുങ്ങി പോകുന്നത്, നമ്മുടെ സമ്പാദ്യത്തിൽ ബറക്കത്തില്ലാതെ വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് നീ ഒന്ന് സദഖ കൊടുത്തു നോക്ക്, അല്ലാഹു നിന്റെ സമ്പാദ്യത്തിൽ ബറക്കത്ത് നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്, രഹസ്യമായി സദഖ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടണേ. രഹസ്യമായി സദഖ ചെയ്യുക. സദഖ ചെയ്യുന്നത് ഒരു മനുഷ്യൻ പോലും അറിയാൻ പാടില്ല. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല. സഹാബത്തിന്റെ ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അവരെങ്ങനെയാ സദഖ ചെയ്തതെന്നറിയോ? പാവപ്പെട്ടവരാകുന്ന സഹാബത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുമായിരുന്നു. പിന്നീട് ആ സദഖ കൊടുത്തിരിക്കുന്ന പൈസയെ കുറിച്ച് അവർ ചിന്തിക്കുകയില്ല. നമ്മൾ 1000 രൂപ കൊടുത്താല് പിന്നെ വീട്ടിൽ വന്നിട്ട് ചിന്തിക്കും, 1000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, 1000 കൊടുക്കണ്ടായിരുന്നു, ഒരു 500 കൊടുത്താ മതിയായിരുന്നു. പിന്നീട് അതിനെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക? അങ്ങനെ ആയിരുന്നില്ല. സഹാബാക്കൾ അവിടെ കൊണ്ട് കൊടുത്താ പിന്നെ അതിലേക്ക് അവർ തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം എന്താ? സദഖ കൊടുത്തത് അള്ളാന്റെ വജീന് സദഖ കൊടുത്തതാ. പിന്നീട് അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. അതാണ് സദഖ എന്ന് പറയുന്നത്. മാത്രമല്ല, ആ സദഖ വാങ്ങുന്ന മനുഷ്യനത് ഉപകാരപ്പെടണമെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. സദഖ വാങ്ങുന്നവർക്ക് ഉപകാരപ്പെടണം. നമ്മൾ കൊടുക്കുന്നതോ കീറിയ 5 രൂപ, കീറിയ 10 രൂപ, ആർക്കും വേണ്ടാതെ മാറ്റി വെച്ചിരുന്ന പൈസ എടുത്ത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഇതാ നമ്മുടെ സദഖ എന്ന് പറയുന്നത്. അങ്ങനല്ല. ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാറ് പാവപ്പെട്ടവരാകുന്ന, ബദിരാകുന്ന, മൂകരാകുന്ന പിഞ്ചോമന മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാജിക് കാണിച്ചുകൊണ്ട് ജനങ്ങളെ അത്ഭുത
അത്ഭുതപ്പെടുത്തുന്ന മുതുകാടിനെ പോലും സദഖ കൊടുത്തുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യൂസുഫ് അലി സാർ അത്ഭുതപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഓരോ വർഷവും 1 കോടി രൂപ വീതമാ കൊടുക്കുന്നത്. അല്ലാഹുവേ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് കാരണമായിട്ട് അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാങ്ങുന്നവർക്ക് ഗുണമുള്ളതാണ് സദഖ എന്ന് പറയുന്നത്. വാങ്ങുന്നവർക്ക് ഗുണമുള്ളതായിരിക്കണം, അല്ലാതെ വാങ്ങുന്നവർക്ക് പണി കിട്ടുന്നതായിരിക്കരുത് സദഖ. അതിന് സദഖ എന്ന് പറയില്ല. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായി സദഖ ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, രഹസ്യമായി സദഖ ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്, ഇൻതുബ്ദു സദഖാതി ഫനിഅമ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുതുഹാ അൽ ഫുഖറാ ഫഹുവ ഖൈറുൻ ലക്കും വയുകഫിറു അൻകും മിൻ സയ്യാതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, രഹസ്യമായി സദഖ നിങ്ങൾ ചെയ്യണേ. രഹസ്യമായി സദഖ ചെയ്താലുള്ള പ്രതിഫലം എന്താ? അല്ലാഹു നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്നതാണ്. മാത്രമല്ല, പൊറുക്കപ്പെട്ടിരിക്കുന്ന പാപങ്ങളുണ്ടല്ലോ, ആ പൊറുക്കപ്പെട്ട പാപങ്ങൾ മുഴുവനും നന്മകളായി തീരുകയാണ്. ആ നന്മകളുമായിട്ട് എല്ലാവരും ഹിസാബ് ചെയ്യപ്പെടുന്ന സമയമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. എല്ലാവരും ഹിസാബിന്റെ വേളയിൽ നഫ്സി 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 നഫ്സിയ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ മുന്നിൽ കൂടി നെളിഞ്ഞു പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മൾ രഹസ്യമായി, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരുടെ മുന്നിൽ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. എല്ലാവരും ഹിസാബിന് നിൽക്കുമ്പോ അവരുടെ മുന്നിൽ കൂടെ പോകാം. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, ചരിത്രം പഠിച്ചു നോക്ക്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു എന്തിനാ ഇങ്ങനെ കൊടുത്തത്? എന്തിനാ ഇങ്ങനെ കൊടുത്തത്? ആ സദഖ കൊടുത്തതിന്റെ പേരിലാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്തിലെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകിയത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുമായിരുന്നു, അബ്ദുറഹ്മാനിന് കല്ല് പൊക്കിയിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്ന കല്ല് പൊക്കി ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ നോക്കിയാൽ തന്നെ ആ കല്ലിന്റെ അടിയിൽ അബ്ദുറഹ്മാന് കല്ലിന്റെ അടിയിൽ നിന്ന് സ്വർണം ലഭിക്കും. അത്രത്തോളം അല്ലാഹു ബറക്കത്ത് നൽകി എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സദഖയുടെ മഹത്വമാത്, സദഖയുടെ മഹത്വമാത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മടിച്ചു പോകരുത്. കോരുന്ന കിണറ്റിലെ വെള്ളമൂറു എന്ന് നമ്മൾ പഴമൊഴി നമ്മൾ പറയാറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ സമ്പത്തിലെ ബറക്കത്ത് വേണോ? നീ രഹസ്യമായി സദഖ കൊടുക്ക്. അല്ലാഹു നിന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകും, ഒരിക്കലും കുറയില്ല. ഈമാനോടുകൂടി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ കൊടുത്തു നോക്ക്. അല്ലാഹു നിന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകുമെന്ന് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിന്റെ നേതാവ് ഖൈറുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.